പഴയതിൽ ഒരുപാട് തോന്നിയവാസമുണ്ട്, ഒരുപാട് നന്മയുണ്ട്. അതുപോലെ പുതിയതിൽ ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് വൃത്തികേടുമുണ്ട്. പഴയതിലെ നന്മയെയും ദാർശനികതയുടെ നന്മയുടെ അദ്വൈത ദർശനമുണ്ട്, ഇദം ന മമ എന്ന ദർശനമുണ്ട്, തത്വമസിയുണ്ട്, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത് എന്ന ഭഗവത്ഗീത ശ്ലോകമുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്, കൃത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ രണ്ടാമത്തെ ഉത്തര പാദം നോക്കാതെ പൂർവ്വപാദം മാത്രം നോക്കിയിട്ട് യജ്ഞശിഷ്ടം ഹോമം കഴിച്ചതിൻ്റെ ബാക്കി തിന്നാൽ എല്ലാ പാപവും ഇല്ലാതാക്കുന്നു. ആദ്യത്തെ വരി കേട്ടിട്ടാണ് ഇപ്പോൾ ഈ ഹോമത്തിൻ്റെ അംശം വാങ്ങാൻ ആളോടുന്നത്. പാപം പോവാൻ ഇത് കഴിച്ചാൽ മതി എന്നാണ്. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ യാഗം നടത്തിയതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് യാഗം തേ യാഗം തേ യജ്, അതാ ത്യാഗം. മനസ്സിലായോ? നിന്നാൽ യജിക്കുക, യജിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊടുത്തതിൻ്റെ ബാക്കി ഉണ്ണുക എന്നതാണ്. തേന തെക്തേന ഭുഞ്ചീത ഈശാവാസ്യ ഉപനിഷത്ത്. ഇതൊക്കെ ഉണ്ട്, നല്ല മൂല്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. അപ്പം നല്ലതെടുത്ത് ഇപ്പോഴത്തെ നല്ലതിനെയും കൂട്ടിച്ചേർത്തുന്ന വികാസമുണ്ടാക്കിയെടുക്കാനുള്ള പ്രക്രിയ തടസ്സപ്പെടുത്തുന്നു മതം. പണ്ടത്തെ തോന്നിയാസവും ഇന്നത്തെ തോന്നിയാസവും ഐക്യമുന്നണിയാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് അമ്പലത്തിൽ അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഡാൻസും രണ്ടും ചേർക്കലാണ് ഇപ്പോഴത്തെ വിശ്വാസം. ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെയാണ് ഈ മെസ്സേജ് 12 പേർക്ക് അയച്ചു കൊടുക്കുക, നിൻ്റെ വീട്ടിലൊരു അനുഗ്രഹം എത്തും, നീ ഇത് അവഗണിച്ചാലോ നിൻ്റെ വീട്ടിലൊരു ശാപമുണ്ടാകും. അപ്പോൾ ഇത് 12 പേർക്ക് അയച്ചു വെച്ച് ആരൊക്കെയാണ് ഇത് അയച്ചു കൊടുത്തതെന്ന് കംപ്ലീറ്റ് ആളെ വാട്സപ്പ് നോക്കിയിട്ട് ദൈവം ഇവൻ്റെ വീട്ടിൽ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾ ആലോചിച്ച് കേട്ടോ. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. ബ്രിട്ടീഷ് പശുവിനെയും ഇന്ത്യൻ പശുവിനെയും ക്രോസ് ബ്രീഡിങ് നടത്തിയിട്ട് ആദ്യത്തെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. അതാ അവസ്ഥ. ബ്രിട്ടീഷ് പശുവിന് നല്ല പാലുണ്ട്, പക്ഷേ പ്രതിരോധ ശേഷി കുറവാണ്. ഇന്ത്യൻ പശുവിന് നല്ല പ്രതിരോധ ശേഷിയുണ്ട്, പക്ഷേ പാല് കുറവാണ്. ഇത് രണ്ട് ക്രോസ് ബ്രീഡ് നടത്തിയാൽ ഇന്ത്യൻ പശുവിൻ്റെ പ്രതിരോധ ശേഷിയും ബ്രിട്ടീഷ് പശുവിൻ്റെ പാലും കിട്ടുമെന്ന് ചോദിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയ പശു ഉണ്ടാക്കി നോക്കുമ്പോൾ ഇന്ത്യൻ പശുവിൻ്റെ പാലും ബ്രിട്ടീഷ് പശുവിൻ്റെ പ്രതിരോധ ശേഷിയായിപ്പോയി. അതുപോലെയാണ് ഇപ്പോൾ പഴയതിൻ്റെ നന്മയും പുതിയതിൻ്റെ നന്മയും ചേർക്കേണ്ടതിന് പകരം പഴയതിൻ്റെ തിന്മകളും പുതിയതിൻ്റെ തിന്മകളും കൈകോർക്കുക. പഴയതിൻ്റെ നന്മയും പുതിയതിൻ്റെ നന്മയും കണ്ടാമുണ്ടെന്നില്ല. ഈ വിടവിലൂടെയാണ് വിദ്വേഷാധിഷ്ഠിതമായ മതവിശ്വാസത്തെ വളർത്തിയെടുക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിനെതിരെ പറഞ്ഞാൽ ഉടൻ തന്നെ കമൻ്റ് എന്താ വരുമെന്നറിയോ? ഹിന്ദുവിൻ്റെ അതിനെ എതിർക്കുന്ന നീ എന്തുകൊണ്ട് മുസ്ലിമിൻ്റെ അതിനെ എതിർത്തില്ല എന്നാണ് പറയുക. അതുകൊണ്ട് ഇപ്പോൾ ബാലൻസ് ചെയ്തിട്ട് അതാ മതനിരപേക്ഷത. ചോദ്യം ചെയ്യുന്നത് ബാലൻസ് ചെയ്യണം.